നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ഇൻസ്പെക്ടർ ഉടനെ ഇവിടുന്ന് സ്ഥലം മാറ്റണം. ചെയ്യാം, വേണ്ടത് ചെയ്തല്ലേ പറ്റൂ. അല്ല, അച്ഛൻ ഇടപെട്ടില്ലെങ്കിൽ എനിക്ക് ഇടപെടേണ്ടി വരും. നിനക്കുള്ളത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സമയവും സന്ദർഭവും ഒക്കുമ്പോ പലിശ സഹിതം ഞാൻ തരുന്നുണ്ട്. ഇപ്പൊ വക്കീൽ പോ. എന്റെ കൈയുടെ ചൂട് നീ അറിയണ്ട. പോടാ. എസ് ഐ സാറേ, രാജീവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ദന ഇവിടെ ഒരു പെറ്റീഷൻ തന്നിരുന്നല്ലോ, അതിന്റെ കാര്യം എന്തായി? അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ അലക്ഷ്യമായൊരു മറുപടി അല്ല എനിക്ക് വേണ്ടത്. ഊർജിതമായി അന്വേഷിക്കണം. ഇല്ലെങ്കിൽ അതിലും എനിക്ക് ഇടപെടേണ്ടി വരും. എന്താ? ഞാൻ ട്രൈ ചെയ്യാം. അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ഇരുട്ടടിയല്ല, പകലടി തരും. നാട് റോഡിലിട്ട് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. ഈ ജഗനെ തനിക്ക് അറിയില്ല. ഓടേ. ഇനി എല്ലാവർക്കും പോവാം. മോനെ, ചന്ദ്രയമ്മയെ സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മയുടെ മോൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഹലോ സാർ, ഇപ്പോൾ ഒരു സംഭവം നടന്നു. കുറുപ്പ് സാറിന്റെ മോൻ ജഗൻ വന്ന് വന്ദനയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. രാജീവിന്റെ കൊലപാതകത്തെക്കുറിച്ച് വന്ദന നൽകിയ കേസ് അന്വേഷിക്കാനും ജഗൻ പറഞ്ഞേക്കുക. എന്നാ ഞാൻ വിളിക്കാം. എന്താടോ, ഇൻസ്പെക്ടറാണോ വിളിച്ചത്? എന്താ മറുപടി ഒന്നുമില്ലേ? എന്താടോ മിണ്ടാത്തത്? ആരാ വിളിച്ചത്? അത് വന്ദന അകത്തായി എന്നുള്ളൊരു സന്തോഷ വാർത്ത കേൾക്കാനാ ഞാൻ നിൽക്കുന്നത്. സ്റ്റേഷനിൽ നിന്നൊരു കോൺസ്റ്റബിളാ. ജഗൻ സ്റ്റേഷനിൽ നിന്ന് വന്ദനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയെന്ന്. വന്ദന സ്റ്റേഷനിൽ കൊടുത്ത കേസ് ഊർജിതമായി അന്വേഷിപ്പിക്കാനും ജഗൻ പോലീസിനോട് പറഞ്ഞുവന്നു. സ്വന്തം മകൻ തന്നെ ശത്രുവാണെങ്കിൽ ഏത് ശക്തനായ കൊലകൊമ്പനായാലും മുട്ടുമടക്കി പോകും. രാഷ്ട്രീയത്തിൽ അങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. മോൻ അച്ഛന് പാരയായാലും അച്ഛൻ മോന് പാരയായാലും അധപ്പതനം തന്നെ ഫലം. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്റെ കളി ശരിക്കും ഏറ്റിരിക്കുന്നു. വന്ദനെ ഒതുക്കാനുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തിയത് അവനാ, ജഗൻ. വന്ദന എന്ന മഹാമാരണത്തെ രക്ഷിച്ചു. പോരാഞ്ഞിട്ടിപ്പോ അവളുടെ പെറ്റീഷന്റെ അന്വേഷണവും ഊർജിതമാക്കാൻ പറഞ്ഞിരിക്കുന്നു. സെക്രട്ടറി, അതാണ് ജഗന്റെ നിലപാടെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തം സംഭവിക്കാനില്ല. എന്നാലും വന്ദന അറസ്റ്റിലായ വിവരം ആരായിരിക്കും ജഗൻ അറിയിച്ചത്? കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാകും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല സാറേ.
ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാൾ ഒട്ടും ശരിയല്ല. ഒരു നിരപരാധിയായ പെൺകുട്ടിയെ കള്ളിയാക്കാൻ എന്ത് ഉത്സാഹണായേക്ക്. നിയമപാലകൻ തന്നെ നിയമത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാ ശരിയാവൂ? ഇല്ല, ഒരു കാര്യവും ശരിയാവുന്ന ലക്ഷണമില്ല. ആ അച്ഛാ, ആ ഇൻസ്പെക്ടർ ഉടനെ ഇവിടുന്ന് സ്ഥലം മാറ്റണം. ചെയ്യാം, വേണ്ടത് ചെയ്തല്ലേ പറ്റൂ. അല്ല, അച്ഛൻ ഇടപെട്ടില്ലെങ്കിൽ എനിക്ക് ഇടപെടേണ്ടി വരും. കഷ്ടകാലം പിടിച്ചവൻ മുട്ടയടിച്ചപ്പം കല്ലുമഴ പെയ്തതുപോലായി. എന്റെ മുട്ടത്തിലേക്ക് പറയുന്നോടാ. മോളെ, നീ എന്തീ ആലോചിക്കുന്നേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് വന്ദനമ്മയ്ക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. ഈശ്വര, ഭാഗ്യം അത്. വല്ലതും പറ്റിയിരുന്നെങ്കിൽ എനിക്കും ആരും ഇല്ലാതായനെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ. മോളെ അനാഥയാക്കാൻ ദൈവം സമ്മതിക്കില്ല. എന്നെ രക്ഷിക്കാൻ ദൈവം ഒരാളെ അയച്ചില്ലേ? ജഗനങ്ങളിലല്ലേ ദൈവം അയച്ചത്? ജഗനങ്ങളിന് ഭയങ്കര വെറുപ്പായിരുന്നില്ലേ വന്ദനമ്മയ്ക്ക്? എന്തെല്ലാം വരക്കാ വന്ദനമ്മ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ സങ്കടപ്പെടുന്നത് കാണാം, ചിലപ്പോൾ ചിരിച്ചോണ്ട് പോവും. സങ്കടം വിട്ടു പോയാലും ചിരിച്ചോണ്ട് പോയാലും വന്ദനമ്മയ്ക്ക് അങ്കിളിനോട് ദേഷ്യ. ജഗനങ്ങള് കള്ളനും ദുഷ്ടനും ഒന്നുമല്ല, നല്ലവനാ വന്ദനമ്മേ. വന്ദനമ്മ എന്നെ തല്ലിയാലും ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.